എല്ലാ കൂട്ടുകാർക്കും കഥക്കൂട്ട് ടേറ്റ്സിലേക്ക് സ്വാഗതം. പാണ്ഡവരുടെ പെരുമയിൽ അസൂയാലുക്കളായ ദുര്യോധനാദികൾ അവരെ ഹസ്തിനപുരിയിൽ നിന്നും ഒഴിവാക്കാനുള്ള പദ്ധതികൾ മെനഞ്ഞു. ധൃതരാഷ്ട്രരുമായി കൂടി ആലോചിച്ച് കൗരവർ പാണ്ഡവരെ വാരണാവതമെന്ന പുതിയ നഗരിയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. ധൃതരാഷ്ട്രർ പാണ്ഡവകുമാരന്മാരെ വിളിച്ച് ഒരു ദിവസം ഇപ്രകാരം പറയുകയുണ്ടായി: വാരണാവതം എന്ന നഗരത്തിൽ അത്ഭുതകരമായ ഒരു ഉത്സവം കൊണ്ടാടാൻ പോകുന്നു. ആ നഗരം അതിസുന്ദരമാണ്. മഹേശ്വരന്റെ നാമത്തിലുള്ള ഉത്സവം അതിവിശേഷമാണെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ അമ്മയായ കുന്തിദേവിയോടൊപ്പം കുറച്ചു കാലം ആ നഗരത്തിൽ ചെന്ന് പാർത്തുകൊള്ളുവിൻ. രാജകൽപ്പനയനുസരിച്ച് യുധിഷ്ഠിരൻ കുന്തിദേവിയോടും സഹോദരന്മാരോടുമൊപ്പം യാത്രയ്ക്കൊരുങ്ങി. ദുഷ്ടനായ ദുര്യോധനൻ അതിനിടയിൽ ഒരു വൻ ചതി ഒരുക്കി കഴിഞ്ഞിരുന്നു. പാണ്ഡവർക്കായി ഒരു പുതിയ കൊട്ടാരം തിരക്കിട്ട് തയ്യാറാക്കപ്പെട്ടു. ദുര്യോധനന്റെ വിശ്വസ്ത സേവകനായ പുരോചനൻ എന്ന ശില്പിയായിരുന്നു അതിന്റെ നിർമ്മാതാവ്. ആ ഗൃഹത്തിന്റെ ചുവരുകൾ അരക്ക് കൊണ്ട് നിർമ്മിതമായിരുന്നു. എണ്ണയും പഞ്ഞിയും ചണവും മറ്റും കൂട്ടിക്കുഴച്ച് അരക്ക് കൊണ്ട് പണിത ആ വലിയ മന്ദിരം യഥാർത്ഥത്തിൽ ഒരു അഗ്നിഭവനമായിരുന്നു. വിശേഷപ്പെട്ട പീഠങ്ങളും പട്ടുമെത്തകളും തലയണകളും മറ്റും നിരത്തി അലങ്കരിച്ച് ആകർഷകമാക്കി തീർത്തിരുന്ന ആ ഭവനം ഇരകളെ കാത്ത് ഒരുങ്ങി നിന്നു. പാണ്ഡവന്മാർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഗുരുജനങ്ങളെ കണ്ട് നമസ്കരിച്ചപ്പോൾ വിദ്വാനായ വിതുരർ ജനമധ്യത്തിൽ വെച്ച് ചില വാക്കുകൾ പറയുകയുണ്ടായി. ആപത്തുകളെ തിരിച്ചറിഞ്ഞ് ആത്മരക്ഷ ചെയ്യുന്നവർക്ക് ആരിൽ നിന്നും നാശം ഉണ്ടാവുകയില്ല. കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാൻ ഗുഹയെ ആശ്രയിക്കുന്നവർക്ക് ഭയം ഉണ്ടാവുകയില്ല. മുള്ളൻ പന്നിക്ക് സ്വന്തം മുള്ളുകളാണ് ആശ്രയം. നടന്നാൽ വഴി കാണാറാകും. നക്ഷത്രം വഴി കാട്ടിത്തരും. നിങ്ങൾക്ക് ക്ഷേമമുണ്ടാവട്ടെ. കുന്തിയും പുത്രന്മാരും ഗുരുക്കന്മാരെയും മഹാരാജാവിനെയും വന്നിച്ച് യാത്രയ്ക്കൊരുങ്ങി. ഇവരെ രാജാവ് എന്തിന് അകലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പൗരന്മാർ ആശങ്കയോടെ പറയുകയുണ്ടായി. വാരണാവതത്തിലെ ജനങ്ങൾ ആഹ്ലാദത്തോടെ മംഗളാരവങ്ങൾ മുഴക്കി അവരെ സ്വീകരിച്ചു. അവരുടെ സൽക്കാരം ഏറ്റുകൊണ്ട് രാജമാതാവും പുത്രന്മാരും നഗരം ചുറ്റിക്കണ്ടു. പുരോചനൻ അവരെ ആദരവോടെ സ്വീകരിച്ച് അവർക്കായി ഒരുക്കിയ ശിവം എന്ന പുതിയ രാജമന്ദിരത്തിലേക്ക് ആനയിച്ചു. അവിടെ ദിവ്യപീഠങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ചുറ്റും നോക്കിയിട്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു: അനുജ, ഇവിടെയെല്ലാം അരക്കും എണ്ണയും മണക്കുന്നു. ഈ പുതിയ ഗൃഹം ഉണങ്ങിയ പുല്ലും നെയ്യും അരക്കും മറ്റും ചേർത്ത് നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മെ നശിപ്പിക്കുവാൻ ദുര്യോധനൻ കണ്ടെത്തിയ ഉപായമാണിത്. ഈ ദുഷ്ടനായ പുരോചനൻ ദുര്യോധനന്റെ ചാരനാണ്. അവൻ നമ്മെ തീയിലിട്ട് ദഹിപ്പിക്കുവാനത്രേ തക്കം പാർത്ത് നിൽക്കുന്നത്. ഇളയച്ചൻ ഗൂഢവാക്കുകളിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നത് ഇക്കാര്യമാണ്. വളരെ കരുതലോടെ അവിടെ പാർക്കാമെന്ന് പാണ്ഡവന്മാർ നിശ്ചയിച്ചു. അങ്ങനെ ചിലനാൾ കഴിഞ്ഞപ്പോൾ വേട്ടയാടാൻ കാട്ടിൽ പോയ പാണ്ഡവരെ ഒരുവൻ കണ്ടു വന്നിച്ച് രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു: മഹാത്മാവായ വിതുരർ പറഞ്ഞയച്ചിട്ട് വന്നവനാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം ഞാൻ ഉണ്ടാക്കും. കറുത്ത വാവിനാൽ പുരോചനൻ ഈ ഗൃഹത്തിന് തീ വെക്കുന്നതാണ്. ഖനകൻ എന്നായിരുന്നു അയാളുടെ പേര്. ആരും അറിയാതെ പരമരഹസ്യമായി ഖനകൻ തന്റെ ജോലി തുടങ്ങി. കാട്ടിൽ നിന്ന് ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം കുഴിച്ചു കുഴിച്ച് മന്ദിരത്തിന്റെ ഒരു മുറിയുടെ അടിയിലെത്തിയപ്പോൾ മുകളിലേക്ക് ഒരു ദ്വാരമുണ്ടാക്കി. അവിടം പലക കൊണ്ടടച്ച് അതിനു മുകളിൽ പരവതാനി വിരിച്ച് അദൃശ്യമാക്കി തീർത്തു. പകൽ കാട്ടിൽ വേട്ടയാടി വിഹരിച്ചും രാത്രിയിൽ ജാഗ്രത പാലിച്ചും പാണ്ഡവന്മാർ ദിനങ്ങൾ പോക്കി. കറുത്തവാവ് വരാൻ ദുര്യോധനാദികളും പുരോചനൻ മാത്രമല്ല, യുധിഷ്ഠിരനും അനുജന്മാരും കാത്തിരുന്നു. ഒടുവിൽ ഒരു നാൾ യുധിഷ്ഠിരൻ അനുജന്മാരോട് പറഞ്ഞു: ഇനി കാത്തിരിക്കുക വയ്യ. നാം തന്നെ ആ കർമ്മം നിർവഹിക്കണം. കുന്തിദേവി എന്ന് ആ ദേശവാസികൾക്ക് വേണ്ടി ഒരു ബ്രാഹ്മണ ഭോജനം നടത്തി. ഒട്ടേറെ പേർ സദ്യയ്ക്ക് വന്നു ചേരുകയും അവർ ആശീർവാദം നൽകി മടങ്ങി പോവുകയുമുണ്ടായി. രാത്രിയായി. കാത്തു നിന്ന ഭീമസേനൻ ആദ്യം തന്നെ പുരോചനൻ ഉറങ്ങുന്ന പുരയ്ക്ക് തീ കൊടുത്തു. പിന്നീട് കുന്തിയെയും സഹോദരന്മാരെയും ഗൂഢമാർഗം വഴി ഇറക്കിയിട്ട് മഹാമന്ദിരത്തിനു ചുറ്റും കത്തുന്ന ചൂട്ടുമായി നടന്ന് തീ കൊളുത്തി. എന്നിട്ട് വേഗത്തിൽ താനും തുരങ്കത്തിലേക്ക് ഇറങ്ങി വഴി അടച്ചു. കാറ്റ് ഉഗ്രമായി വീശിത്തുടങ്ങി. അരക്ക് കൊട്ടാരം അതിഘോരമായി ആളി കത്തുകയായി. പൊട്ടിവീഴുന്ന തൂണുകളും തീ പടരുന്ന കടുഘോഷവുമെല്ലാം കേട്ട് നാട്ടുകാർ ഉണർന്നു ഓടിയെത്തിയെങ്കിലും ആർക്കും അടുക്കാനായില്ല. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു ആ അഗ്നിപ്രളയം.
സദ്യയുണ്ണാൻ വൈകി വന്ന് ഊണും കഴിഞ്ഞ് കണക്കറ്റ് മദ്യവും കുടിച്ച് ഭോജനശാലയുടെ മൂലയ്ക്കൽ തന്നെ വീണുറങ്ങിയിരുന്ന ഒരു കാട്ടാള സ്ത്രീയും അവളുടെ 5 പുത്രന്മാരും ആ തീയിൽപ്പെട്ട് ദഹിച്ചുപോയി. തീ കെടുത്താൻ കഴിയാതെ നാട്ടുകാർ ഉറക്കെ നിലവിളിച്ചു. അവർ കൗരവന്മാരെ ശപിച്ചു. ഈ സമയത്ത് തുരങ്കത്തിലൂടെ തിരക്കിട്ട് നടക്കുകയായിരുന്നു പാണ്ഡവന്മാരും കുന്തിദേവിയും. കാട്ടിലെത്തി തളർന്ന് മയങ്ങി വീഴാൻ പോയ അമ്മയെ ഭീമൻ പെട്ടെന്ന് ചുമലിലേറ്റി. അനുജന്മാരെ ഒക്കത്തെടുത്തു. അർജുനന്റെ കൈ പിടിച്ചു. യുധിഷ്ഠിരനെ കൂടെ നടത്തി. മാറിടം കൊണ്ട് മരങ്ങളെ ഇടിച്ചകറ്റിയും കനത്ത കാലടി വയ്പാൽ ഭൂമി കുലുക്കിയും ഭീമൻ സഹോദരന്മാരോടൊപ്പം എങ്ങോട്ടെന്നറിയാതെ നടകൊണ്ടു. കുറെ ചെന്നപ്പോൾ അവിടെ ഒരു നദിയും നദിയിലൊരു തോണിയും കാണായി. തോണിക്കാരൻ പറഞ്ഞു, കുമാരന്മാരെ, വിതുരർ പറഞ്ഞയച്ചിട്ട് വന്നവനാണ് ഞാൻ. വിശ്വസിക്കുവാൻ എന്റെ അടയാളവാക്ക് കേട്ടാലും. കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാൻ ഗുഹയെ ആശ്രയിക്കുന്നവർക്ക് ഭയം ഉണ്ടാവുകയില്ല. നിങ്ങളേവരെയും ദൂരെ കൊണ്ടു ചെന്നാക്കുവാൻ ഈ തോണിക്ക് കഴിയും. ഏറെ ആശങ്കകളോടെ അർദ്ധരാത്രിയിൽ പാണ്ഡവർ തോണിയിലേറി അക്കരയ്ക്ക് യാത്രയായി. പിറ്റേന്നാൾ പുലർന്നപ്പോൾ വാരണാവതവാസികൾ കത്തി അമർന്നു കിടക്കുന്ന രാജകൊട്ടാരം മുഴുവൻ തിരഞ്ഞു. ഒരിടത്ത് കരിഞ്ഞ അസ്ഥികളും 6 ശരീരങ്ങളുടെ ഭസ്മാവശിഷ്ടങ്ങളും കണ്ട് അവർ നിലവിളിച്ചു. അവർ ധൃതരാഷ്ട്രരെ നിന്ദിച്ചു. പാണ്ഡുവിന്റെ മക്കളെയെല്ലാം ചുട്ടുകൊന്നു കളഞ്ഞു. അന്ധരാജാവിന്റെ മോഹമിത സഫലമായിരിക്കുന്നു. ഈ വാർത്തയറിഞ്ഞ ധൃതരാഷ്ട്രർ ഉച്ചത്തിൽ വിലപിച്ചു. തന്റെ പാണ്ഡുവിന്റെ പുത്രന്മാർക്കും അവരുടെ അമ്മയ്ക്കും ഇങ്ങനെ ഒരു മഹാവിപത്ത് സംഭവിച്ചുവല്ലോ. കൊട്ടാരത്തിൽ വിലാപങ്ങളുയർന്നു. ഭീഷ്മ ദ്രോണാദികൾ മഹാദുഃഖത്തിലാണ്ടു. വിതുരർ മാത്രം ശാന്തമായി ഈ വിപത്തിനെ നേരിട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.